കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞു കൂടുതലാണോ മമ്മി? മഴക്കാളിയായിട്ട് വരുവാ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒത്തിരി താമസിച്ചു കേട്ടോ വന്നപ്പോ. മുത്ത് ജിമ്മിന് പോയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് രണ്ടുപേരുടെ വന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ട്രബിൾ സംഭവിച്ചതുകൊണ്ട് അതുകൊണ്ട് മുത്തിനെ അവിടെ ഞാൻ ബസ് കയറി വരാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി വെച്ച് ഞാനിങ്ങി പോരുന്നേ. പിന്നെ ജംഗ്ഷനിൽ വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മേടിച്ചിട്ട് ഞാൻ ജംഗ്ഷനിൽ നിന്ന് മുത്ത് ബസ് കയറി വന്ന് എന്നിട്ടാണ് നമ്മൾ രണ്ടുപേരോട് ഇങ്ങോട്ട് വന്നത്. അവിടെ പിന്നെ ജാനിക്കുട്ടി അവിടെ ഒന്ന് കയറി. അപ്പം അതൊക്കെ കൊണ്ട് കുറെ താമസിച്ചു. ഇപ്പൊ വന്നു. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു. ഓമല്ലൂരുള്ളതാണ്. വിദ്യ എന്നാണ് പേര്. എന്റെ അടുക്ക വന്ന് സംസാരിച്ചു കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ കരുതലോടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ. അത്രയും എന്റെ ഈ അമ്മക്കിളി എന്നുള്ള ചാനൽ മാത്രമാണ് അവര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷം തോന്നിയെന്നറിയാവോ. എനിക്ക് അത്രയും അവരുടെ ഹൃദയത്തിൽ ഇടം കിട്ടിയല്ലോ എന്നൊരു ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഓരോ പ്രിയങ്ങളോടും ഞാൻ പറയുവാണ്, നിങ്ങളെല്ലാവരും ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്നവരാണ്. ഒക്കെത്തിനും ഒരുപാട് സ്നേഹം കണ്ടു. പിന്നെ ഞാന് കുക്കറിനകത്ത് ചോറ് ഇരിപ്പുണ്ട്. പിന്നെ മീൻകറി ഇരിക്കുന്നു കണ്ടോ. ഇന്നലെ നമ്മുടെ ബ്ലേഡ് കറി വെച്ചത് ഇരിപ്പുണ്ട്. 2 മാസമായി ബ്ലേഡ് കറി പോടായിരുന്നിട്ട്. പിന്നെ മാമി തോരൻ തന്നു, ഏത്തക്ക തോരൻ വെച്ച് തന്നു കേട്ടോ. പിന്നെ കടുമാങ്ങ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയിരുന്നു. മാമി കടുമാങ്ങയൊക്കെ റെഡിയാക്കി തന്നു. അപ്പൊ ഇന്ന് ഇതുപോലെ മീൻകറിയും കടുമാങ്ങയും തോരനൂടെ കൂട്ടി ചോറുണ്ണണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ പണികളൊന്നും ഇല്ല കേട്ടോ. മുത്തിന് 2 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. എണ്ണയൊന്നും തേക്കാതെ 2 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ മുത്തിന് ഒരുപാട് ചിട്ടവട്ടങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ബീഫ് കൊടുക്കണ്ട, വറുത്തതും പൊരിച്ചതും കൊടുക്കണ്ട. പിന്നെ പുറത്തു നിന്നുള്ള ഫുഡ്, ഈ ബർഗർ പോലുള്ള ഫുഡ്, പിന്നെ എന്താണ് ഡ്രിങ്ക്സ്, ഇത്രയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഒഴിവാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബീഫ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബീഫ് കൊടുക്കാഞ്ഞത് അമ്മ തന്നപ്പോ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനെന്നാണ് പറയുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. കഷ്ണം മീനുകളൊക്കെ കുറച്ച് ഒഴിവാക്കുക. അത് പ്രത്യേകിച്ച് വറുത്ത് കഴിക്കുന്നത് ഒഴിവാക്കാൻ പറഞ്ഞു. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുറച്ചങ്ങ് കൺട്രോൾ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ജിമ്മിന് പോകാൻ തുടങ്ങി. ഇന്ന് കാലൊക്കെ കുഴഞ്ഞാണ് വന്ന് അവിടെ നിന്നത്. ഇവിടെ ട്രെഡ്മില്ലിൽ ഓടാൻ പറഞ്ഞ ഭയങ്കര ക്ഷീണമല്ലേ. അവിടെ പോയി കിടന്ന് എക്സർസൈസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് വിട്ടു. ഏതായാലും ഈ കോളേജിലേക്ക് പോകുന്ന ആ സമയം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് പോയി എക്സർസൈസ് ഒക്കെ ചെയ്യും. കുറച്ചെങ്കിലും കൺട്രോൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒക്കുവാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ. വേറെ ഒന്നും സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു. പച്ചക്കറി മേടിച്ചെന്ന് പറഞ്ഞാല് ഇത് കുക്കുംബർ മേടിച്ചു, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അത്രയും മേടിച്ചത് കേട്ടോ. ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് മുത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണേലും പച്ചമുളകിന് പകരം ക്യാപ്സിക്കം അരിഞ്ഞിടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്. എല്ലാവരോടും സ്നേഹം കേട്ടോ. ചക്കര മുത്തുമണികൾക്കെല്ലാം ചക്കരയുമ്മ. അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാൻ, കാരണം ഭയങ്കര അലച്ചിലായിരുന്നു ഇന്ന്. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് കൂടി വരാം. ഒന്ന് റീഫ്രഷ് ആയിട്ട് വരാം കേട്ടോ.
മുത്തിന് ചപ്പാത്തി ആയതുകൊണ്ട് മോനിക്കുട്ടനും ചിലപ്പോൾ ചപ്പാത്തി ചോദിക്കും. അതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാകാം. അഥവാ നിർബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കൊടുക്കാം അല്ലേ. ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉപ്പിട്ടു. ഇനി ഞാൻ പച്ചവെള്ളം കുറേശ്ശെ ഇതിനകത്തോട്ട് ഒഴിക്കും. ഇങ്ങനെ ആക്കും. പിന്നെ മീനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മീൻകറി കൂട്ടിയാണ് നമ്മൾ ഇന്ന് ചപ്പാത്തി മുത്തിന് കൊടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല. രാവിലെ അപ്പം ആയിരുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കഴിച്ചു. അത് രാവിലത്തേക്ക് ഉള്ളായിരുന്നു. ഉച്ചയ്ക്കും അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വെച്ചിട്ടാ പോയത്. ചോറെടുത്തില്ല വെളിയിലോട്ട്. ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്കും അതാ കഴിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പം ചോറ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു. 2 നേരം അരി അരച്ച ആഹാരമല്ലേ കഴിച്ചത്. അതുകൊണ്ട് കേട്ടോ കുഴച്ച് കഴിഞ്ഞു. ഞാൻ അങ്ങനെ വെച്ചേക്കത്തൊന്നുമില്ല കേട്ടോ. കുറേ നേരം വെച്ചേക്കണം, ചെറിയ ചൂടുവെള്ളത്തിൽ കുഴക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കുറേ കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ ഒന്നും മെനക്കിടത്തില്ല കേട്ടോ. കാരണം എനിക്ക് സമയം ഇന്നിപ്പോ തന്നെ കുറേ താമസിച്ച് കഴിക്കാൻ. നമ്മൾ അത്താഴം കഴിക്കുന്ന സമയം കഴിയും. 8:30 ആവാറായി. അതുകൊണ്ട് ഞാൻ എളുപ്പം ഉണ്ടാക്കും. ഇങ്ങനെ കുഴച്ചിട്ട് അന്നേരം തന്നെ അങ്ങ് ഉരുട്ടി അന്നേരം തന്നെ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കല്. പിന്നെ വേറെന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോസിനൊക്കെ കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്ന സിമിക്കുട്ടിയുണ്ട്. സിമിക്കുട്ടിക്ക് വയ്യാഴികളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. സിമിക്കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ, ഓക്കെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചപ്പാത്തി കുഴച്ച് ഉരുട്ടി എടുത്തു. ഇനി നമുക്ക് പരത്തി ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ തവ, ഇതിന്റെ കാര്യം ആരൊക്കെയോ ചോദിച്ചായിരുന്നു കേട്ടോ. നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമായി തവയെ. ഇത് ഇരുമ്പിന്റെ ആട്ടോ. ഇതിനൊരു പിടി കുറച്ചുകൂടെ നീളമുള്ള ഒരു തടി കൊണ്ടുള്ള പിടി ഉണ്ടായിരുന്നു. അതങ്ങ് ഇവിടുന്ന് അങ്ങ് ഊരിപ്പോയി. പക്ഷെ എനിക്കിത് കളയാൻ മനസ്സിലായിരുന്നു. ഇതിലാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ചിലപ്പോഴൊക്കെ മുട്ട വറക്കുന്നതൊക്കെ ഇതിനകത്ത് തന്നെ കേട്ടോ. ഇരുമ്പിന്റെയാണ്. അപ്പൊ ചിലര് നമ്മളിത് നോൺ സ്റ്റിക്ക് ആണെന്ന് വിചാരിച്ചോണ്ട് ചോദിച്ചായിരുന്നു. അതിന്റെ കോട്ടിംഗ് ഒക്കെ പോയതാണെങ്കിൽ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല. നമ്മുടെ ഇരുമ്പ് തവയാണ്. ഇതുപോലൊരു വലിയ തവയും കൂടെ ഉണ്ട്. പക്ഷേ അതെനിക്ക് ഇത്രയും അങ്ങോട്ട് ഒത്തില്ല കേട്ടോ. കാരണം അതിനൊരു ഇച്ചിരി കട്ടിക്കുറവുള്ളത് കൊണ്ട് അതിന്റെ നടുവശം പൂങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇത് പക്ഷെ നല്ല കറക്റ്റാണ് കേട്ടോ. ഇങ്ങോട്ട് നല്ല കറക്റ്റായിട്ട് അതിന്റെ നടുവശവും സൈഡും എല്ലാം നമുക്ക് വെന്ത് കിട്ടും. മറ്റേ തന്നെ ചടിച്ച് കളയാം. പിന്നെ ചപ്പാത്തി പരത്തുന്നതിനകത്ത് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഉള്ളു കേട്ടോ. അത് ഉരുട്ടുന്നതനുസരിച്ചിരിക്കും. നല്ല കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്നും ഉരുട്ടി എടുത്തിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള പാകപ്പിഴകളൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ തിളച്ചു. നമുക്ക് ചപ്പാത്തി കല്ല് വെക്കാം. അത് ഊറ്റി വെച്ചിട്ട് വരാം കേട്ടോ. ഇങ്ങനെയാ കിട്ടിയത്. അതിന്റെ അരി ഒന്നും അത്ര കറക്റ്റ് അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയും. റെഡിയായി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡെയിലി ചപ്പാത്തി കേട്ടോ. ഒന്നും ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ചപ്പാത്തി കണ്ടു ഇങ്ങനെയൊക്കെ പൊങ്ങിയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ മുത്തിന് ചപ്പാത്തി ആയതുകൊണ്ട് മോനുകുട്ടനും അത് തന്നെ മതിയെന്ന് പറയും. ഞാൻ തന്നെ ഉള്ളു ചോറുന്ന. ഇനി കഴിക്കാൻ വിളമ്പാം. 2 പേർക്കും ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചു. ഇനി മീൻ കറി വേറെ പാത്രത്തിൽ വിളമ്പി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ്
മീൻകറി വിളമ്പാം എന്ന് വിചാരിച്ചു. കാരണം അവർ വിളമ്പിയാലേ ഇതെല്ലാം കൂടെ കുത്തി മുള്ളും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാനങ്ങ് വിളമ്പുക കേട്ടോ. ഇത് മോനിക്കുട്ടനാണ്. ഇത്രയും കൂട്ടുമോയെന്നറിയത്തില്ല, ചിലപ്പം അങ്ങ് കഴിക്കും. ഇനി മുത്തിന് വിളമ്പാം. മുത്തിന് നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇങ്ങ് ചാടി വന്നിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റാല്ലേ. ഇതാണ് അവരുടെ അത്താഴം. വേണ്ട എടുത്തു. മീന നമ്മുടെ പ്രിയങ്ങള് വെള്ളച്ചോറ് കഴിക്കരുതെന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ. ഈ പറയുന്നതെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ പറയാറില്ല, എനിക്ക് ചിലപ്പോൾ അങ്ങനെ അങ്ങ് കഴിക്കണമെന്ന് തോന്നുവേ. അതുകൊണ്ടാണ് കേട്ടോ, സോറി. എന്ന് വെച്ചാൽ നിങ്ങൾ പറച്ചിലൊന്നും നിർത്തരുത്. നിങ്ങൾ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇച്ചിരി മീൻകറി, ഇത് തലയാണേ, അത് അവർക്ക് കഴിക്കാൻ കൊടുത്താൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ വെച്ചത് കൊണ്ട് പറയവല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ കറിക്ക് കേട്ടോ. മാങ്ങ ഇട്ടത് കൊണ്ടായിരിക്കും, നമ്മുടെ കിളിച്ചുണ്ടൻ മാങ്ങ. ഇനി നമ്മുടെ കടുമാങ്ങ. അപ്പൊ ഇന്നത്തെ അത്താഴം റെഡി. നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അത്താഴമൊക്കെ കഴിക്കുന്നു. എത്രയോ ഇടങ്ങളിൽ അങ്ങനെ അല്ലാത്തിടങ്ങളുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സംഭവിച്ച് എത്രയോ വീടുകളുണ്ടാവും. എല്ലാവർക്കും എല്ലാം സഹിക്കാൻ ദൈവം കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ. അപ്പോൾ ഈശ്വര ചിന്തയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. ഓക്കെ, ബൈ, സി യു. ചക്കരയുമ്മ. റിയാക്ഷൻ വന്നില്ല. താങ്ക് യു. വേണോ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.